വിശ്വാസവും അതിനൊപ്പം രാഷ്ട്രീയവും മുറുകെ പിടിക്കുന്ന തൃശൂർ. കഴിഞ്ഞ തവണ ജയിച്ചതുകൊണ്ടോ തോറ്റതുകൊണ്ടോ ഇത്തവണ പ്രതീക്ഷിക്കാമെന്ന് ആർക്കും ഉറപ്പ് നൽകാത്ത മണ്ഡലം. 1952 മുതൽ 2019 വരെ 17 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ 10 പ്രാവശ്യവും വിജയം നേടിയത് ഇടതുപക്ഷമാണ്. രാഷ്ട്രീയ തട്ടകമെന്ന് വിശ്വസിച്ച കരുണാകരനെ പോലെയുള്ള പ്രമുഖരെ പോലും തറ പറ്റിച്ച ചരിത്രം. തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ മകൻ കെ മുരളീധരനോടും തൃശൂർ അത് തന്നെ ചെയ്തു. പ്രവചിക്കാനാകാത്തതാണ് തൃശൂരിന്റെ മനസ്സ്. 2008 മണ്ഡല പുനർനിർണയ ശേഷം നടന്ന 2 തിരഞ്ഞെടുപ്പുകളിൽ 2 തവണ കോൺഗ്രസിനൊപ്പവും 1 പ്രാവശ്യം ഇടത്തോട്ടും ചാഞ്ഞു. 1957 നടന്ന തിരഞ്ഞെടുപ്പിൽ കെ കൃഷ്ണവാര്യരിലൂടെ ഇടതുപക്ഷം ആദ്യ വിജയം മണ്ഡലത്തിൽ നേടി. 1962 LDFന് തന്നെയായിരുന്നു വിജയം. 1967 71 മണ്ഡലം ചുവന്ന് തന്നെ നിന്നു. 1984 മുതൽ 1991 വരെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ LDFനെതിരായി മണ്ഡലം വിധിയെഴുതി. 1996 VV രാഘവനിലൂടെ തൃശൂരിൽ വീണ്ടും ചെങ്കൊടി പാറി. 1998 VV രാഘവൻ മണ്ഡലം നിലനിർത്തി. 1999 AC ജോസിലൂടെ തൃശൂർ വീണ്ടും UDF പാളയത്തിൽ. 2004 CK ചന്ദ്രപ്പൻ വീണ്ടും തൃശൂരിനെ ഇടത്തോട്ട് തിരിച്ചു. മണ്ഡല പുനർനിർണയത്തിന് ശേഷമുള്ള 2009 തിരഞ്ഞെടുപ്പിൽ മണ്ഡലം LDFനോട് കൂറ് പുലർത്തിയില്ല. PC ചാക്കോയെ ഡൽഹിയിലേക്ക് അയച്ചു. 2014 CN ജയദേവനിലൂടെ വീണ്ടും ഇടതുപക്ഷം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിലയുറപ്പിച്ചു. എനിക്ക് തൃശൂർ വേണം, നിങ്ങൾ എനിക്ക് ഈ തൃശൂർ തരണം, ഈ തൃശൂർ ഞാനിങ്ങ് എടുക്കുക. തൃശൂരിനെ താരമണ്ഡലമാക്കിയത് 2019 നടൻ സുരേഷ് ഗോപി BJPയുടെ സ്ഥാനാർത്ഥിയായതോടെയാണ്. തൃശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ രംഗത്തെത്തിയ നടൻ സുരേഷ് ഗോപി അട്ടിമറി നടത്തുമെന്ന് ഏവരും പ്രതീക്ഷിച്ചു. പക്ഷേ ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം നൽകി TN പ്രതാപനെ ലോക്സഭയിലേക്ക് അയച്ചായിരുന്നു തൃശൂരുകാർ മറുപടി പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവും ഗ്യാരണ്ടി പ്രഖ്യാപനവുമെല്ലാം തൃശൂരിൽ ഇത്തവണ മത്സരം കനക്കുമെന്ന സൂചന നൽകി കഴിഞ്ഞു. ന്യൂനപക്ഷ വോട്ടുകളും തീരപ്രദേശത്തെ ജനങ്ങളുടെ പിന്തുണയുമായി TN പ്രതാപന്റെ ആത്മവിശ്വാസം. ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും കോൺഗ്രസിന് ഏറെ അനുകൂലമായ ഒരു കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനേക്കാൾ ഉപരി സഹകരണ മേഖല കൊള്ളയടിച്ച CPM നേതാക്കന്മാർ തൃശൂർ ജില്ലയിലെ പ്രാദേശിക സമ്പദ്ഘടന തകർത്ത് തരിപ്പണമാക്കിയ ഇവർക്കെതിരെ വലിയ ജനരോഷമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടതുമുന്നണിയിൽ CPI കുത്തകയായി കൈവശം വച്ചിരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ. ഒരിക്കൽ പോലും ഇവിടെ മത്സര രംഗത്ത് ഇല്ലാതിരുന്നിട്ടില്ല. തൃശൂരിലെ ഇടതുമനം VS സുനിൽകുമാറിനൊപ്പമാണ്. മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാമെന്ന് LDF കരുതുന്നു. UDFന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭ്യമായ വോട്ടിൻ്റെ ഭൂരിപക്ഷമൊക്കെ മറികടന്ന് 1,30,000 വോട്ടിന് LDFന്റെ സ്ഥാനാർത്ഥികൾ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിക്കുന്ന സാഹചര്യം ഈ മണ്ഡലത്തിലുണ്ടായി. കോർപ്പറേഷൻ ഉൾപ്പെടെ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും വളരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് LDFന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നത്. കഴിഞ്ഞ തവണ മികച്ച മത്സരം കാഴ്ചവെക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു. സാധാരണ BJP 1 ലക്ഷം വോട്ട് നേടുന്ന മണ്ഡലത്തിൽ സുരേഷ് ഗോപി പിടിച്ചെടുത്തത് 2,93,000 വോട്ടാണ്. ഒരിക്കൽ കൂടി സുരേഷ് ഗോപിയെ തൃശൂരിൽ നിർത്തി BJP വിജയ പരീക്ഷണത്തിനൊരുങ്ങുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള MP അദ്ദേഹത്തിനോട് തൃശ്ശൂരിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അക്കമിട്ട് ചോദിക്കണം, എത്ര തൊഴിലവസരങ്ങൾ ഈ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് താങ്കൾ വഴി ഉണ്ടാക്കി കൊടുത്തു? ഉൽപാദകക്ഷമതയുള്ള എത്ര സ്ഥാപനങ്ങളെ കൈപ്പിടിച്ച് ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ താങ്കൾക്ക് സാധിച്ചു? കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ എൻ്റെ നാട്ടിലും വേണം, അതിലൂടെ സമൂഹത്തിനകത്ത് വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ ചെറുപ്പക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി എവിടെയെങ്കിലും ഈ MP പ്രവർത്തിച്ചിട്ടുണ്ടോ? തൃശൂർ ആരെടുക്കുമെന്ന് തീരുമാനമായിട്ടില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ തൃശൂർ ഇങ്ങെടുത്തു കഴിഞ്ഞു. പ്രധാനമന്ത്രിയെ ഇറക്കി BJP കേരളത്തിലെ പ്രചാരണത്തിന് തൃശൂരിൽ തുടക്കമിട്ടപ്പോൾ AICC അധ്യക്ഷനെ തന്നെ രംഗത്തിറക്കിയാണ് കോൺഗ്രസ് നേരിട്ടത്. LDF വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങും. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.